കഴിഞ്ഞ വർഷം വരെ നടന്ന അതേ രീതിയിൽ തന്നെ അതേ क्रिश्चियन कम्युनिटी के लिए एक बात जरूर योगदान करूंगा कि आपके योगदान को भारत गर्व से स्वीकार करता है। ईसाई समुदाय ने फ्रीडम मूवमेंट में महत्वपूर्ण भूमिका निभाई है। साथियों, ईसाई समुदाय ने समाज को दिशा देने में निरंतर महत्वपूर्ण भूमिका निभाई है। समाज सेवा में क्रिश्चियन कम्युनिटी बढ़ चढ़कर हिस्सा लेती है और आपकी कम्युनिटी गरीबों और वंचितों की सेवा के लिए हमेशा आगे रहती है। एजुकेशन और हेल्थ केयर जैसे महत्वपूर्ण क्षेत्र में आज भी पूरे भारत में ईसाई समुदाय के संस्थान बहुत बड़ा योगदान दे रहे हैं। ഇന്നലെ ലോക് കല്യാൺ മാർഗിലെ നരേന്ദ്രമോദിയുടെ വസതിയിൽ നടന്ന ആ ക്രൈസ്തവ വിരുന്ന് പറഞ്ഞ രാഷ്ട്രീയം എന്താണ്? പരിപാടി സംഘടിപ്പിച്ചത് ദേശീയ തലത്തിലാണെങ്കിലും ലക്ഷ്യമിട്ടത് കേരളത്തെ തന്നെയാണോ? കേരളത്തിലെ ഏറ്റവും പ്രബലമായ വോട്ട് ബാങ്കുള്ള ക്രൈസ്തവ സമുദായത്തെ കൂടെ നിർത്തുന്നതിലൂടെ 4 മാസം കഴിഞ്ഞ് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ടോ? ഉറപ്പാണ്. രാഷ്ട്രീയം ചർച്ചയായില്ലെങ്കിലും പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നും പിന്നാലെയുള്ള ബിജെപിയുടെ തുടർ നീക്കങ്ങളും അടിമുടി പറയുന്നത് രാഷ്ട്രീയം തന്നെയാണ്. ഈ വിരുന്നുകൊണ്ട് ബിജെപിയുടെ ക്രൈസ്തവ ബാന്ധവത്തിനായുള്ള നീക്കം പൂർണ്ണമാകുന്നുമില്ല. അടുത്ത മാസം കേരളത്തിലെത്തുമ്പോൾ ക്രൈസ്തവ സഭാ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ആ കൂടിക്കാഴ്ചയ്ക്കുള്ള വേദിയായി ബിജെപി ഉറ്റുനോക്കുന്ന തൃശൂർ തന്നെ തെരഞ്ഞെടുത്തതിൽ ചെറിയ സാധ്യതകളാകില്ല പാർട്ടി മുന്നിൽ കാണുന്നത്. മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം അടുത്തിരിക്കെ അതും ക്രൈസ്തവ സഭയുമായുള്ള ബന്ധം ശക്തമാക്കാനുള്ള വഴിയായി ബിജെപി കാണുമ്പോൾ ഈ പുതിയ സഖ്യം തെരഞ്ഞെടുപ്പ് സ്പെഷ്യലോ അതോ ക്രൈസ്തവ പ്രീണനം മാത്രമോ എന്ന് ചോദിക്കേണ്ടി വരുന്നു. ലക്ഷ്യം കേരളം തന്നെയാണോ? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. കാത്തലിക് ഫോറം പ്രതിനിധി ശ്രീ കെന്നഡി കരിമ്പങ്കാലയിൽ, ആൽമായ കൂട്ടായ്മ പ്രതിനിധി ശ്രീ ഷൈജു ആന്റണി, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്, ബിജെപി നേതാവ് പ്രിന്റു മഹാദേവ് എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ടെലിഫോണിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ആൽമായ കൂട്ടായ്മയുടെ പ്രതിനിധി ശ്രീ ഷൈജു ആന്റണി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഷൈജു ആന്റണി, 4 മാസം മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. രാഷ്ട്രീയമൊന്നും പറഞ്ഞിട്ടില്ല, രാഷ്ട്രീയം ചർച്ചയായിട്ടില്ല എന്ന് പറയുന്ന ആ ക്രിസ്മസ് വിരുന്നിൽ രാഷ്ട്രീയ പ്രാധാന്യം ഒട്ടുമില്ല എന്ന് താങ്കൾ കരുതുന്നു? ഞാൻ അങ്ങനെ കരുതുന്നില്ല കേട്ടോ. അതില് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. എന്റെ അഭിപ്രായത്തിൽ അതിൽ രാഷ്ട്രീയം പറയാതിരുന്നത് മഹാ അപരാധമാണ്. ഇന്ത്യയിലെ ക്രൈസ്തവ സഹോദരങ്ങളോട് കാണിക്കുന്ന വലിയ അപരാധമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഇന്ത്യയിലെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ, സീറോ മലബാർ സഭയിലെ അടക്കമുള്ള സഭാ മേലധ്യക്ഷന്മാരെ, സഭയിൽ നിന്നുള്ള സഭയിലെ അംഗമായിട്ടുള്ള വലിയ ബിസിനസ്സുകാരെ, രാഷ്ട്രീയക്കാരെ, അങ്ങനെയുള്ള ആളുകളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ ആ മീറ്റിങ്ങിൽ ഇന്ത്യയിലെ ക്രൈസ്തവ സഭകൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഇല്ലെങ്കിൽ ആ പ്രശ്നങ്ങളിലുള്ള പ്രധാനമന്ത്രിയുടെ നിലപാട് എന്താണ് എന്ന് പറയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് അത് സംഭവിച്ചത് ക്രിസ്മസ് ദിനത്തിലാണ്. അപർണ ഓർക്കണം, കേരളത്തിലെ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുക? അവരുടെ വീടിന്റെ മുമ്പിൽ ഒരു നക്ഷത്രം തൂക്കും, അവര് വീടിന്റെ കോലായിൽ അവരൊരു പുൽക്കൂട് ഒരുക്കും, വീടിന്റെ മുമ്പിൽ സീരീസ് ഇട്ടിട്ട് അലങ്കരിക്കും,
അങ്ങനെ പല വിധത്തിലാണ് അല്ലെ കേക്കുകൾ കൈമാറും. ഇങ്ങനെ പല വിധത്തിലാണ് കേരളത്തിലെ മുഴുവൻ ആളുകളും ക്രിസ്മസ് ആഘോഷിക്കുക. എന്നാൽ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾക്ക് സ്വന്തം വീടിന്റെ മുമ്പിൽ ഒരു നക്ഷത്രം തൂക്കാൻ പോലും പറ്റാത്ത സാഹചര്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്കൊരു നക്ഷത്രം തൂക്കാൻ പറ്റുന്നില്ല. അവരുടെ വീടിന്റെ മുമ്പിൽ ഒരു പുൽക്കൂടൊരുക്കാനാകുന്നില്ല. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇംഫാൽ ഫ്രീ പ്രസ് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇംഫാലിലെ ക്രിസ്ത്യാനികൾ, മെയ്ത്തി ഹിന്ദുക്കളെ വിടും, മെയ്ത്തി ക്രിസ്ത്യാനികൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ക്രിസ്മസ് ഇല്ല, ഞങ്ങൾക്ക് വി ആർ ഫേസിങ് എ സ്റ്റാർലെസ് ക്രിസ്മസ്. ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഒരു നക്ഷത്രം തൂക്കാൻ ഞങ്ങൾ ഭയപ്പെടുന്നു. ദേവാലയങ്ങൾ അടിച്ചു തകർക്കപ്പെട്ട് കിടക്കുന്നു. ഞങ്ങൾക്ക് ഇക്കുറി ക്രിസ്മസ് ഇല്ല എന്ന് പറയുന്ന ഒരു വലിയൊരു സമൂഹം ഇന്ത്യയിലെ ഒരു ഭാഗത്തുണ്ട്. ഹിന്ദി ഹൃദയ ഭൂമിയിൽ ഒട്ടാകെ അത്തരം സമൂഹങ്ങളുണ്ട്. ഗ്രാമങ്ങളിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് ഉറക്കെ പറയാൻ, ഒരു പാതിരാ കുർബാനയ്ക്ക് പോയിട്ട് ക്രിസ്മസിന്റെ എന്ന് ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന അനേകം ക്രിസ്ത്യാനികളുണ്ട്. ഇവരെയൊന്നും നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചുകൂടാ. ഈ തൃശ്ശൂരില് ഏങ്ങണ്ടിയൂർ എന്ന ഇടവകയിലെ അംഗമായ ഒരു ഫാദർ ബാബു ഫ്രാൻസിസ് ജയിൽ മോചിതനായത് ഡിസംബർ 23-ാം തീയതിയാണ്, 2-3 ദിവസം മുമ്പ്. 83 ദിവസമാണ് അദ്ദേഹം ജയിലിൽ കഴിഞ്ഞത്. എന്തിനാണ് അദ്ദേഹം ജയിലിൽ കഴിഞ്ഞതെന്നറിയാമോ? അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ചാർജ് നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്നും കൊലപാതക ശ്രമം നടത്തിയെന്നുമാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ചാർജ്. കോടതി അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ട് അദ്ദേഹത്തെ മോചിപ്പിക്കുമ്പോൾ അദ്ദേഹം 83 ദിവസം ജയിലിൽ കഴിഞ്ഞിരുന്നു. ഒരു കത്തോലിക്ക പുരോഹിതനാണെന്ന് ഓർക്കണം. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്നറിയാം? നിങ്ങൾ അറിയേണ്ടത് ഒരു കാര്യം, ശ്രീ സായി എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഒരു വീട്ടിൽ പോയി പ്രാർത്ഥന നടത്തി എന്നുള്ളതാണ് മതപരിവർത്തനത്തിന് ആധാരമായ ആരോപണം. ആ പാസ്റ്ററെ അന്വേഷിച്ച് പോലീസുകാർ വീട്ടിൽ വരുമ്പോ ആ പാസ്റ്ററുടെ 2 സഹോദരന്മാർ അവിടെ ഉണ്ടായിരുന്നു. പാസ്റ്ററെ കിട്ടിയില്ല. അതുകൊണ്ട് ഈ 2 സഹോദരന്മാരെ കസ്റ്റഡിയിലെടുത്തു. ഈ പാസ്റ്ററുടെ മരുമകൻ അവിടെ ഉണ്ടായിരുന്നു. മരുമകനെയും കസ്റ്റഡിയിലെടുത്തു. അവർ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഈ പാസ്റ്ററുടെ 2 സഹോദരന്മാരിൽ ഒരു സഹോദരൻ കുറച്ചുനാൾ ഈ ഫാദർ ഫ്രാൻസിസിന്റെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു പോലും. അങ്ങനെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഫാദർ ബാബു ഫ്രാൻസിസിനെയും കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലെടുത്തിട്ട് മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു കുറ്റം മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ചുമത്തിയത്. അദ്ദേഹം ദീർഘനാൾ ജയിലിൽ കിടക്കണമെന്നുള്ള കൃത്യമായ ആസൂത്രണത്തോടുകൂടി പോലീസ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയത് കൊലപാതക ശ്രമത്തിനുള്ള കുറ്റമാണ്. അങ്ങനെ 83 ദിവസം അകത്ത് കിടന്നു. ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ പലയിടത്തും, പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയ ഭൂമിയിലെ ഗ്രാമാന്തരങ്ങളിൽ വല്ലാതെ ഭീതിയിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ മണിപ്പൂരിലെ പ്രശ്നമടക്കം വിവിധ പ്രശ്നങ്ങൾ, അനവധിയായ പ്രശ്നങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി അത് അഡ്രസ് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ഭയപ്പെടേണ്ട എന്നെങ്കിലും പ്രധാനമന്ത്രി പറയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. രാഷ്ട്രീയം പറഞ്ഞില്ല. ഞാൻ വെറുതെ ക്രിസ്മസ് പറയാൻ വേണ്ടി വന്നതാണ്, സുവിശേഷം പറയാൻ വേണ്ടി മാത്രം വന്നതാണ് എന്നുള്ള ഒരു വാദത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നാണ് എനിക്ക് പറയാൻ. റൈറ്റ്, തീർച്ചയായിട്ടും വളരെ വളരെ വ്യക്തമായിട്ട് കൂടിയാണ് ശ്രീ ഷൈജു ആന്റണി അത് പറഞ്ഞത്. ഞാൻ ശ്രീ കെന്നഡി കരിമംഗാലയിൽ ആ പറഞ്ഞതിനെല്ലാം ഒറ്റ വാക്കിൽ ചുരുക്കിക്കൊണ്ട് ചോദിക്കാം, എന്തുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന്റെ ഇപ്പോഴുള്ള ആശങ്ക മാറ്റുന്ന രീതിയിലുള്ള ഒരു പരാമർശവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല? എന്തുകൊണ്ട് മണിപ്പൂർ സംഭവം ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന രീതിയിലുള്ള ഒരു ഉറപ്പ് ക്രിസ്മസ് വിരുന്നിനെത്തിയ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് കൊടുക്കാൻ എന്തുകൊണ്ട് പ്രധാനമന്ത്രി ശ്രമിച്ചില്ല? അതിനകത്ത് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നിടത്ത് ആ വിരുന്ന് ക്രൈസ്തവ സമൂഹങ്ങളുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നു? അപർണ, ഒരു 2 ദിവസത്തിന് ശേഷമാണെങ്കിലും എന്നെ കേൾക്കുന്ന ന്യൂസ് 18 പ്രേക്ഷകർക്കെല്ലാം
സന്തോഷകരമായ ഒരു ക്രിസ്മസ് ആശംസ നേർന്നുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങട്ടെ. ക്രിസ്ത്യാനികളെ പറ്റി പറയാൻ, ക്രിസ്ത്യാനികളെ കുറിച്ച് സംസാരിക്കാൻ, ക്രിസ്ത്യാനികളുടെ വേദനകളെ കുറിച്ച് പറയാൻ ഷൈജു ആന്റണിക്ക് എന്ത് അവകാശം? അദ്ദേഹം ക്രിസ്ത്യാനിയാണോ എന്ന് ഞാൻ തറപ്പിച്ച് ചോദിക്കട്ടെ. ക്രിസ്തു ഡിസംബർ 25 ജനിച്ചിട്ടില്ല എന്നും ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടില്ല, ഓട്ടോ ഇടിച്ച് ചത്താണെന്നും പറഞ്ഞു നടക്കുന്ന തേലക്കാടിനെ ആത്മീയ ഗുരുവായി തലയിൽ ചുമക്കുന്ന ഷൈജു, താങ്കൾക്ക് ക്രിസ്ത്യാനികളെ പറ്റി പറയാൻ എന്തിന്റെ അവകാശമുണ്ട്? താങ്കൾ ക്രിസ്ത്യാനിയാണെന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചാൽ ഇവിടെ ആരും ക്രിസ്ത്യാനിയായി തങ്ങളെ കണക്കാക്കില്ല. സീറോ മലബാർ സഭയിലെ കാര്യം മാത്രം ഞാൻ പറയാം. 35 രൂപതകളിൽ 34 രൂപതകളും നിങ്ങളുമായി ബന്ധമില്ല. ഇനി എറണാകുളം അങ്കമാലിയിലെ കാര്യം മാത്രം എടുത്താലും നിങ്ങൾ തലയേക്കേറ്റി വെച്ചിരുന്ന പാറക്കാട്ടിൽ തിരുമാനിയുടെ കിടങ്ങൂർ ഇടവകയിൽ പോലും ഐക്യ കുർബാന അർപ്പിച്ചുകൊണ്ട് നിങ്ങളെ പൂർണ്ണമായി തള്ളുന്ന സ്ഥിതിയാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ക്രിസ്ത്യാനിയെ പറ്റി ശബ്ദിക്കാൻ നിങ്ങൾക്കുള്ള അവകാശം നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ബോധപൂർവം ഈ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ കൂടെ ഇന്നലെയും കഴിഞ്ഞ ദിവസവും നിങ്ങൾ മറ്റൊരു ചാനലിൽ വരുന്ന മണിപ്പൂരിലെ താളം തള്ളുന്നത് ഞാൻ കേട്ടു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മണിപ്പൂർ മാത്രം വരുന്നത്? ഒരു ഇന്ത്യക്ക് ഒരു ശക്തനായ പ്രധാനമന്ത്രിയെ ലഭിച്ചതുകൊണ്ട് അദ്ദേഹം താങ്കളെ പോലെ വർഗീയത പറയണമെന്നാണോ? അവിടെ വന്നിരുന്നത് ക്രിസ്ത്യാനിയും ഹിന്ദുവും തമ്മിലുള്ള മണിപ്പൂരിനെ കുറിച്ച് പറയുന്നവരെല്ലാവരും അങ്ങനെയാണോ? ശ്രീ കെന്നഡി കരിമ്പ്, ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, ജോസഫ് പാംബ്ലാനി അടക്കം പറഞ്ഞിട്ടുണ്ടല്ലോ മണിപ്പൂരിൽ നടക്കുന്ന വംശഹത്യയാണെന്ന്. അത് പറഞ്ഞ ഒരുപാട് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ ഇവിടെ ഉണ്ടല്ലോ. ഈ ഫാദർ ബാബു ഫ്രാൻസിസിന്റെ കാര്യം പൂർത്തിയാക്കാൻ അനുവദിപ്പിക്കുക. പറയട്ടെ, ഫാദർ ബാബുവും തോമായും അവിടെ നിൽക്കട്ടെ. ഷൈജു, ഞാൻ പറയാം, ക്രിസ്ത്യൻ പെർസിക്യൂഷൻ നടക്കുന്ന സ്ഥലങ്ങൾ എണ്ണി ഞാൻ പറഞ്ഞുതരാം. കാരണം ക്രിസ്ത്യാനിറ്റി ആഗോള സഭയാണ്, ലോകത്താകമാനമുള്ള സഭയാണ്, അല്ലാതെ ഇന്ത്യയിൽ മാത്രമുള്ള സഭയല്ല. അതുകൊണ്ട് മണിപ്പൂര് പരാമർശിക്കേണ്ടിയിരുന്നില്ല. മണിപ്പൂരിൽ അങ്ങനെ ഒരു ആശങ്കയില്ല. അപർണ പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ് മൈ വേർഡ്സ്. വൈ യു ആർ ട്രൈയിങ് ടു, എന്തിനാണ് എന്റെ വായിലേക്ക് കുത്തിക്കയറ്റുന്നത്? ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കൂ. ക്രൈസ്തവ സഭ ആഗോള സഭയാണ്. ക്രിസ്ത്യൻ പെർസിക്യൂഷൻ നടക്കുന്നത് എവിടെയൊക്കെയാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനുശേഷം ഞാൻ മണിപ്പൂരിലേക്ക് തിരിച്ചു വരും. ഞാൻ പറയുന്നു, നോർത്ത് കൊറിയയിൽ കമ്മ്യൂണിസ്റ്റുകളാൽ പീഡിപ്പിക്കപ്പെടുന്നു, സൊമാലിയയിൽ ഇസ്ലാമിക് ഓപ്പറേഷൻ നടക്കുന്നു, യമനിൽ ഇസ്ലാമികളാൽ പീഡിപ്പിക്കപ്പെടുന്നു, എറിട്രിയയിൽ ഡിക്റ്റോറിയലായി പീഡിപ്പിക്കപ്പെടുന്നു, ലിബിയയിൽ ഇസ്ലാമിക് ഓപ്പറേഷനാണ്, നൈജീരിയയിലും അത് തന്നെ, പാകിസ്ഥാനിൽ ഇസ്ലാമിക് ഓപ്പറേഷനാണ്, ഇറാനിൽ ഇസ്ലാമിക് ഓപ്പറേഷനാണ്, അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക് ഓപ്പറേഷനാണ്, സുഡാനിൽ ഇസ്ലാമിക് ഓപ്പറേഷനാണ്, സിറിയയിൽ അത് നടക്കുന്നു, സൗദി അറേബ്യയിലും ഈ ലോകത്ത് മ്യാൻമറിലടക്കം ലോകത്ത് മുഴുവൻ ക്രിസ്ത്യാനികൾ പ്രധാനമന്ത്രി ഈ ലോകത്തെ വിഷയങ്ങൾ മുഴുവൻ അഡ്രസ് ചെയ്യലാണല്ലോ പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വം. അദ്ദേഹം ഒരു ക്രിസ്മസ് വിരുന്ന് വിളിക്കുന്നത് ഇന്ത്യയിലെ ക്രൈസ്തവ മതമേ, ഈ ജനറലൈസ് ചെയ്ത് പറയുന്നിടത്ത് നിങ്ങൾ മണിപ്പൂരിനെ ചെറുതാക്കുന്നു. കെന്നഡി കരിമ്പുകാലയിൽ അല്ല, മണിപ്പൂരിനെ ചെറുതാക്കുകയല്ല. ഷൈജു എന്ന് പറയുന്ന തനിവർഗീയവാദി ഇവിടെ വന്നിരുന്ന് ക്രിസ്ത്യൻ വേഷം, ചെന്നായയുടെ ആ തോലെടുത്ത് അണിഞ്ഞിട്ട് ആട്ടിൻ തോലിന്റെ ഇട്ട ചെന്നായയാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ബാധ്യത എനിക്കുണ്ട്. അദ്ദേഹം ക്രിസ്ത്യാനിയാണെന്നുള്ള ലേബലിൽ ഇവിടെ വന്നിരുന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മണിപ്പൂരിൽ എന്താണ് നടന്നത്? ക്രിസ്ത്യൻ ഹിന്ദു ആക്രമണമാണെന്ന് എവിടെയെങ്കിലും തെളിയിക്കപ്പെട്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു. എവിടെയെങ്കിലും ക്രിസ്ത്യൻ ഹിന്ദു റയറ്റായിട്ട് എന്തെങ്കിലും പക്ഷേ ശ്രീ കെന്നഡി കരിമ്പുകാലയിൽ ഇതൊരു ഡിബേറ്റബിൾ ആയിട്ടൊരു വിഷയമാകുമ്പോൾ മണിപ്പൂരിൽ നടന്നത് ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് നേരെയുള്ള ആക്രമണമേ അല്ല എന്ന രീതിയിൽ താങ്കൾ പറയുന്നു. അവിടെ ആക്രമിക്കപ്പെട്ടത് മുഴുവൻ ക്രിസ്ത്യൻ പള്ളികളാണ്. പറഞ്ഞില്ല, ഒരു ക്രിസ്ത്യൻ ഹിന്ദു റൈറ്റ് അല്ല. ഈ പലരും ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന അതിലേക്ക് അപർണ വീട് കൊടുക്കരുത്. അതൊരിക്കലും ഒരു ക്രിസ്ത്യൻ ഹിന്ദു റൈറ്റ് അല്ല. എന്തുകൊണ്ട് ഒരു മറ്റ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് നേരെ ഒന്നും ഒരാക്രമണം അവിടെ റിപ്പോർട്ട് ചെയ്തില്ല? എന്തുകൊണ്ട് ഒരു ഹിന്ദുവിന്റെ ആരാധനാലയത്തിന് നേരെ അവിടെ ആക്രമണം ഉണ്ടായില്ല? ആക്രമണം ഉണ്ടായത് മുഴുവൻ ക്രിസ്ത്യൻ പള്ളികൾക്ക്. അല്ല, മണിപ്പൂർ നോക്കൂ, തെറ്റ്
മെയ്ത്തികളുടെ അടക്കമുള്ള ക്ഷേത്രങ്ങൾക്കെതിരെയും ആക്രമണം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പറയരുത്. പിന്നെ ഒന്ന്, ഇവര് പറയാൻ ശ്രമിക്കുന്ന മെയ്ത്തികളെ നരേന്ദ്രമോദിയും RSSും നേരിട്ട് സഹായിച്ചുവെന്നും ഏതാണ്ട് അത്തരത്തിലുള്ള വഴിവിട്ട സഹായം കൊടുത്തെന്നാണ്. നിങ്ങൾ മാധ്യമ പ്രവർത്തകരെങ്കിലും അത്തരം തെറ്റിദ്ധാരണ പരത്തരുത്. കാരണം മെയ്ത്തികൾ ഗവൺമെന്റിനെതിരെ സംസാരിച്ചു, മെയ്ത്തികൾ മിലിറ്ററിക്കെതിരെ നീങ്ങി, മെയ്ത്തികൾ മിലിറ്ററി ക്യാമ്പ് ആക്രമിച്ചു. അതെന്താ നിങ്ങൾ മറച്ചു വെക്കുന്നത്? ഈ ആശങ്കകളെല്ലാം അഡ്രസ് ചെയ്യുന്നവരാണ്, ഒരിക്കലുമല്ല. ഈ ആശങ്കകളെല്ലാം അഡ്രസ് ചെയ്യുന്നവരാണ് കേന്ദ്ര നേതൃത്വമെങ്കിൽ, കൃത്യമായ സമയത്ത് ഈ വിഷയം പാർലമെന്റിൽ അഡ്രസ് ചെയ്തിട്ടുള്ളവരാണ് കേന്ദ്ര നേതൃത്വമെങ്കിൽ, എന്തുകൊണ്ട് ക്രിസ്മസ് വിരുന്നിൽ ആ രീതിയിലുള്ള ഒരു സംഭാഷണം ഉണ്ടാകാമായിരുന്നു? ഒരു ഉറപ്പ് കൊടുക്കാമായിരുന്നില്ലേ? അതൊരു ക്രിസ്മസ് സമ്മാനമായി മാറുമായിരുന്നില്ലേ? ഒരു ഉറപ്പ് കൊടുക്കാമായിരുന്നില്ലേ? ഈ രീതിയിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഉണ്ടാവുകയില്ല, ഇനി മണിപ്പൂർ ആവർത്തിക്കുകയില്ല എന്നൊരു ഉറപ്പ് കൊടുത്തിരുന്നെങ്കിൽ അതിനേക്കാളും വലിയൊരു ക്രിസ്മസ് വിരുന്ന് മറ്റോ എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നോ ശ്രീ കെന്നഡി കരിമ്പങ്കാലി? അപർണ, ഈ വർഗീയവാദികളുടെ കൊട്ടേഷൻ അപർണ എടുക്കരുത് ദയവേത്. ഇത് നെഹ്റുവിന്റെ കാലം മുതലേ, ഇന്ത്യ ഉണ്ടായ കാലം മുതൽ തന്നെ അവിടെ നിലനിൽക്കുന്ന വിഷയമാണ്. ഒരു ക്രിസ്മസിന് ക്രിസ്തുവിന്റെ ജനനവുമായി ചേർന്നൊരു പാർട്ടി മാത്രമാണ്, ഇതൊരു രാഷ്ട്രീയ നീക്കമേ അല്ല എന്ന് BJP വ്യക്തമാക്കി കഴിഞ്ഞിരിക്കെ അവിടെ വന്നിരുന്ന് മെയ്ത്തികളെ എല്ലാം കാലുപുരിക്ക് അയച്ചു കൊടുക്കാമെന്ന് വാക്ക് കൊടുക്കണമെന്നൊക്കെ അപർണയെ പോലെ ഒരാൾ പറയരുത്. വർഗീയവാദികൾ പറഞ്ഞുകൊണ്ട് കിടക്കട്ടെ. അവർക്ക് രാഷ്ട്രത്തിന്റെ ഉന്നമനമല്ല, രാജ്യത്തിന്റെ ഉന്നമനമല്ല, രാജ്യത്തിന്റെ നന്മയല്ല, രാജ്യത്തിന്റെ കെട്ടുറപ്പല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം മറ്റു പലതുമാണ്. ഇന്ത്യയെ അരക്ഷിത അവസ്ഥയിൽ എത്തിക്കണം. അതായത് ഹമാസിനെ പിന്തുണയ്ക്കുന്ന വർഗത്തിൽപ്പെട്ടവരാണ് ഈ ഷൈജു അടക്കമുള്ളവര്. ഹമാസിന് വേണ്ടി പോസ്റ്റിട്ടവരാണ്. കേരളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കണം, എന്താണ് ഹമാസ്, എന്താണ് ഹമാസ് അവരുടെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് നിലപാട് കൂടിയാണ് ശ്രീ കെന്നഡി കരിമ്പിൽ. പ്രധാനമന്ത്രി എന്ത് നിലപാടെടുക്കുന്നു? ഈ അൺസർട്ടനിറ്റി, ഈ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് ചില പ്രദേശങ്ങളിലെങ്കിലും ഉണ്ട് എന്നുള്ളൊരു വിഷയം പോലും താങ്കൾ അവഗണിക്കുകയാണോ, അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്ന് പറയുകയാണോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെ യാതൊരു ഇൻസെക്യൂരിറ്റിയും ക്രിസ്ത്യൻ സമുദായത്തിന് എവിടെയും ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് ആ രീതിയിലേക്ക് ചർച്ച നോക്കൂ അപർണ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പറഞ്ഞു, എങ്ങും പ്രശ്നമില്ല എന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പെർസിക്യൂഷൻ നടക്കുന്നില്ല എന്നോ ഞാൻ പറയുന്നില്ല. മേഘാലയയിലും മിസോറാമിലും മണിപ്പൂരിലും അടക്കം ഒരു 3-4 സ്റ്റേറ്റിലെങ്കിലും ഏതാണ്ട് 75%, 80%, 85% ഇന്ന് ക്രിസ്ത്യൻ മെജോറിറ്റി സ്റ്റേറ്റുകളാണ്. അതായത് ഏതാണ്ട് ഹിന്ദു രാഷ്ട്രം എന്നറിയപ്പെടുന്ന ഭാരതത്തിൽ ഇന്ത്യയിലെ ഇന്ന് 3 സംസ്ഥാനങ്ങളെങ്കിലും 75-80% മെജോറിറ്റി ക്രിസ്ത്യൻസ് ആണെന്ന് മറച്ചു വെക്കരുത്. മതം പ്രചരിപ്പിക്കാനും മതം പ്രൊപ്പഗേറ്റ് ചെയ്യാനും മതം മാറ്റാനും അത് ഉപയോഗപ്പെടുത്തി എന്നത് മറച്ചു വെച്ചുകൊണ്ട് ഇത്തരം തീവ്രവാദികൾ പറയുമ്പോൾ അതിന് ചൂട്ടുപിടിക്കരുത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എവിടെയെങ്കിലും ചെറിയ ചെറിയ അസഹിഷ്ണുതകൾ ഉണ്ടാവാം. അത്തരം പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെതായിട്ടുള്ള കാരണമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇത് തന്നെയാണ്. അനാദികാലം മുതൽ ഈ പറയുന്ന 2-3 സ്റ്റേറ്റ് ക്രിസ്ത്യൻ മെജോറിറ്റി സ്റ്റേറ്റ് ആയിരുന്നോ? അല്ല. അപ്പോ ഇന്ത്യയിൽ മതം പ്രചരിപ്പിക്കുന്നതിനും മതം മാറ്റുന്നതിനും കഴിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേത്? ഇവർ ഉത്തരം പറയട്ടെ. അല്ല എന്ന് അത്രയും ശതമാനം അവിടെ ക്രിസ്ത്യൻസ് ഇല്ല എന്ന് ഇവർ പറയട്ടെ. ഈ 75-80% ഈ 2-3 സ്റ്റേറ്റിൽ അവർ പറയട്ടെ. അവിടെ BJP ഭരിക്കുന്നു, അവിടെ BJP ഭരിക്കുന്നുവെന്ന്. അത് ഈ 9 വർഷം കൊണ്ട് ഉണ്ടായ മാറ്റമല്ല ശ്രീ കെന്നഡി കരിമ്പങ്കാലി. ഈ 9 വർഷം കൊണ്ട് ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി നേടിയെടുത്ത നേട്ടമായിട്ട് പറയുകയാണോ താങ്കൾ? ഈ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കണ്ണീരൊലിപ്പിക്കുന്ന, ഈ മുതല കണ്ണീരൊലിക്കുന്ന ഇവര് മനസ്സിലാക്കേണ്ടത് ഈ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള സ്റ്റേറ്റുകളിൽ BJP ആണ് ഭരിക്കുന്നതെന്നും കൂടി മനസ്സിലാക്കണം ഈ പൊട്ടന്മാർ. അവർക്ക് വേണ്ടി കരയണ്ട. അവർക്കറിയാം എന്താ നടക്കുന്നതെന്ന്. അവരുടെ നാട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് വ്യക്തതയുണ്ട്. ഇവരും മോങ്ങണ്ട. ഇവർ കേരളത്തിലെ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിന് മാധ്യമങ്ങൾ നിന്നു കൊടുക്കരുത്. ഇവർ തെറ്റിദ്ധാരണ പരത്തുന്നവരാണ്. അതിന് വഴങ്ങരുത്. ശ്രീ കെന്നഡി കരിമ്പങ്കാലി, ക്രിസ്മസ് വിരുന്നിൽ രാഷ്ട്രീയമുണ്ടോ, രാഷ്ട്രീയ പ്രാധാന്യമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല എന്നുകൂടി താങ്കൾ പറയാൻ ആഗ്രഹിക്കുന്നു? നോക്കൂ, ഞാൻ ഒരു BJP പ്രവർത്തകനല്ല. BJPയുടെ അംഗത്വം എനിക്കില്ല. BJPയുടെ വക്താക്കൾ പറഞ്ഞിരിക്കുന്നത് അതൊരു രാഷ്ട്രീയപരമായ ഒരു ചടങ്ങായിരുന്നില്ല എന്നാണ്. ആ അർത്ഥത്തിൽ പ്രധാനമന്ത്രിയും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലടക്കം ക്രിസ്ത്യാനികളുടെ നിസ്തുല സേവനത്തെക്കുറിച്ചൊക്കെ പുകഴ്ത്താനാണ് ശ്രമിച്ചത്. രാഷ്ട്രീയം അതിനകത്തില്ല എന്ന് പറയുന്നു. പക്ഷേ അരിഭക്ഷണം കഴിക്കുന്ന മലയാളികളായ നമുക്കറിയാം
കൃത്യമായ ഒരു രാഷ്ട്രീയം അതിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ന്യൂസ് 18 ഇന്ന് ഈ പ്രൈം അവറിൽ അത് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, മുമ്പ് എന്നത്തെക്കാളും ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയം കേരളത്തിൽ ഉടലെടുക്കുന്നു. UDF-ന്റെയും LDF-ന്റെയും അടി പതറുന്നു. BJP-ക്ക് അനുകൂലമായ ഒരു വളക്കൂറുള്ള മണ്ണായി കേരളം മാറുന്നു എന്ന് ആരൊക്കെയോ ഭയക്കുന്നതിന്റെ ചില തെളിവുകൾ കൂടിയാണ് പറഞ്ഞ ഇത്. അതിലൊരു രാഷ്ട്രീയ നീക്കമുണ്ട് എന്ന് താങ്കൾ അംഗീകരിച്ചതിൽ നമുക്ക് അവിടെ നിന്ന് അടുത്ത ചർച്ചയിലേക്ക് കടക്കാം. ശ്രീ പ്രിന്റു മഹാദേവ്, ദക്ഷിണേന്ത്യയിൽ 84-ലധികം സീറ്റുകളിൽ ശ്രദ്ധ കൊടുക്കാൻ BJP ഒരുങ്ങുന്നു എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പാർട്ടി ഭാരവാഹി യോഗത്തിന്റെ അവസാന ദിവസ ചർച്ചകളിലൊക്കെ ബേസിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ വസതിയിലെ ക്രിസ്മസ് വരുന്നു, ഈ പങ്കെടുത്ത സമുദായ നേതാക്കളുടെ എണ്ണം, അവർ പ്രതിനിധീകരിക്കുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനം, ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കണം. നോക്കൂ അമർണ മാഡം, ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ പ്രിന്റു. നിങ്ങൾ ഇന്നലെ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ദിനത്തിൽ ആദരണീയനായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിലെ 60ഓളം ക്രൈസ്തവ സഭാ നേതൃത്വവുമായിട്ട് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഭാഷയിൽ ഈ ഭാരതത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികൾക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു അംഗീകാരമായിരുന്നു ഇന്നലത്തെ അദ്ദേഹത്തിന്റെ സ്നേഹവിരുന്ന്. നമുക്കറിയാം, ഇന്ത്യയുടെ ചരിത്രവും പാരമ്പര്യത്തിൽ ക്രിസ്ത്യൻ സഭകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഭാരതത്തെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ദേശീയതപരമായിട്ടും ഈ രാജ്യത്തെ വളരെയധികം പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ ക്രിസ്ത്യൻ സഭകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. സ്വാഭാവികമായി ഒരു ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിമാരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ സഭാ നേതൃത്വത്തെ വിളിച്ച് തങ്ങൾ ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള നിസ്തർഹമായിട്ടുള്ള സേവനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്ര നിർമ്മാണത്തിൽ വഹിച്ച പങ്കിനെ അഭിനന്ദിക്കുന്നു. ആ സാഹചര്യത്തിൽ നിങ്ങളിതിനെ കേവലം ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയോ നരേന്ദ്രമോദിയോ ഉപയോഗിക്കുന്നതായി അതിനെ ചെറുതാക്കി കാണുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തിന്റെ സാഹോദര്യവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കേണ്ടത് ഈ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയുടെ ദൗത്യമാണ്. സ്വാഭാവികമായി ഈ രാഷ്ട്രത്തിനോട് ദേശീയതയോട് കൂറുള്ള ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായി കെന്നഡി സാർ പറഞ്ഞതുപോലെ ഈ നരേന്ദ്രമോദിയുടെ ഈ നീക്കം കണ്ട് ചില ആളുകൾക്ക് ഹാലിളകുകയാണ്. ആ കാരണം ഇവിടത്തെ ക്രിസ്ത്യൻ സമൂഹം ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ടോ അല്ലെങ്കിൽ ദേശീയതയുമായി ചേർന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായി പലരും അസ്വസ്ഥരാണ്. ആ അസ്വസ്ഥതയ്ക്ക് കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ്. നിങ്ങൾ ഈ ചർച്ചയ്ക്കകത്ത് നേരത്തെ ഷൈജു സാറ് പറഞ്ഞു, ഇന്ത്യയുടെ ചരിത്രത്തിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് നേരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞല്ലോ, കേരളത്തിലാണ് 80 ദിവസം ഒരു പാസ്റ്റർ ജയിലിൽ കിടന്നത്. കേരളം ഭരിക്കുന്നത് BJP അല്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, ഈ ഏങ്ങണ്ടിയൂരിനകത്ത് ഒരു പാസ്റ്റർ ജയിലിൽ കിടന്നത് കേരളം ഭരിക്കുന്നത് BJP-യോ സംഘപരിവാറോ ഒന്നല്ലല്ലോ. ഞാൻ പറയുന്നത് ഇതിനൊരു ശുദ്ധ രാഷ്ട്രീയ നീക്കമായി നിങ്ങൾ കണ്ട് ഒറ്റ കാര്യം പ്രിന്റോ, ഞാനൊന്ന് കറക്റ്റ് ചെയ്തോട്ടെ. ഈ എങ്ങണ്ടിയൂരിലെ ഫാദർ ബാബു ഫ്രാൻസിസ് എന്ന് പറയുന്ന അദ്ദേഹം UP-യിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ UP ഗവൺമെന്റ് അദ്ദേഹത്തെ 83 ദിവസം ജയിലിലിട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. ഉത്തർപ്രദേശിലെ ഗവൺമെന്റ്. അത് ഈ മിനിഞ്ഞാന്ന് വന്ന വാർത്തയാണ്. ഡിസംബർ 23 പത്രങ്ങളിൽ വാർത്തയുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂയുടെ അകത്ത് ഇതിനെക്കുറിച്ച് വിശദമായി ഒത്തിരി റിപ്പോർട്ടുകളുണ്ട്. ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ, പ്ലീസ്. ഓക്കെ. ഞാൻ പറയുന്നത്, ഇവിടെ ദക്ഷിണേന്ത്യ പിടിക്കാനോ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ BJP വേരോട്ടം മുടക്കുക എന്നല്ല ഇന്നലത്തെ നരേന്ദ്രമോദിയുടെ സ്നേഹവിരുന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, 2015 ഈസ്റ്റർ ദിനത്തിൽ ആരംഭിച്ചതാണ് നരേന്ദ്രമോദി ക്രിസ്ത്യൻ സഭകളുമായിട്ടുള്ള ചർച്ച. നമുക്കറിയാം, കഴിഞ്ഞ വർഷം അന്ന് മണിപ്പൂർ സംഭവം ഇലക്ഷൻ ഒന്നും ഇല്ലല്ലോ. ഈ നരേന്ദ്രമോദി ക്രിസ്മസ് ദിനത്തിൽ എവിടെയാണ് സന്ദർശിച്ചത്? അദ്ദേഹം സന്ദർശിച്ചത് ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ചിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ ചർച്ച് കൊണ്ട് അവിടുത്തെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും സഭാവിശ്വാസികളുമായിട്ട് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ദിവസം ചെലവഴിച്ചത്. അങ്ങനെയാണെങ്കിൽ അത് രാഷ്ട്രീയ വിരുദ്ധമാണെങ്കിൽ കഴിഞ്ഞ വർഷം അവിടെ മുൻകൂടി 2024 നടക്കുന്ന ഇലക്ഷന് വേണ്ടിയിട്ട് 2023 കത്തീഡ്രൽ ചർച്ച് സന്ദർശിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, ഈ രാജ്യത്ത് ഇതിലൊരു രാഷ്ട്രീയമുണ്ട് എന്നെങ്കിലും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നീക്കം അതിനകത്തുണ്ട് എന്ന് പറയുന്നതിൽ ഒരു പാർട്ടിയും കുറച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് പുതിയ കാര്യമൊന്നുമല്ല. സമുദായ നേതാക്കളെ കാണുന്നത് പുതിയ കാര്യമൊന്നുമല്ല. രണ്ടാമത്തത്, മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ ക്രൈസ്തവ സമുദായത്തിനുള്ള അസംതൃപ്തി, അവരുടെ പ്രയാസങ്ങൾ, ഇതൊക്കെ പല രീതിയിൽ പുറത്തു വന്നതാണ്. പല പ്രസ്താവനകളടക്കം ഒക്കെ വന്നതാണ്. അപ്പോൾ ഈ 4 മാസം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കാതിരിക്കാൻ ഒരു അനുനയ
അന്യായ നീക്കം നടത്തുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയ ബോധമില്ലായി അല്ലല്ലോ. അത്രയും ബോധമുള്ള പാർട്ടിക്കാരാണല്ലോ BJP-ക്കാർ. അപർണ മേഡം, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ പാർലമെന്റിനകത്താണല്ലോ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി പ്രസ്താവന ഇറക്കിയത്. ഞാൻ പറഞ്ഞു, ക്രിസ്മസ് ദിനത്തിൽ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണോ ഒരു ക്രിസ്മസ് ദിനത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്? ആ സുദിനത്തിൽ സ്നേഹവും സൗഹാർദ്ദമുള്ള ആരോഗ്യകരമായ പാർലമെന്റ് വിഷയത്തിലുള്ള ചർച്ചയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് എത്രത്തോളം അത് പ്രാധാന്യം നൽകിയിരുന്നു, അതിനെ തുടർന്നുള്ള വിമർശനങ്ങളൊക്കെ പ്രിന്റിനും അറിയുന്നതാണല്ലോ. അത് ഞാൻ വിശദമാക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല മേഡം, ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ മണിപ്പൂർ വിഷയത്തിൽ കൃത്യമായി കൊണ്ട് മണിപ്പൂരിലെ ജനത, മണിപ്പൂരിലെ സ്ത്രീ സമൂഹം, മണിപ്പൂരിൽ ആക്രമണത്തിനിരയായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും വേദന ഉൾക്കൊണ്ടുകൊണ്ടല്ലേ നരേന്ദ്രമോദി സംസാരിച്ചത്? ഇന്ത്യയുടെ പാർലമെന്റിനകത്തല്ലേ സംസാരിച്ചത് 15 മിനിറ്റോളം ശേഷം. അല്ല, ഞാൻ പറയട്ടെ, ഈ ഇന്ത്യയിൽ ഓരോ ദിവസവും ഉത്തരം പറയൂ. എത്ര ദിവസത്തിന് ശേഷം, എത്ര നേരം സംസാരിച്ചിരുന്നു പാർലമെന്റിൽ? അപർണ മേഡം, നമ്മളൊക്കെ മനസ്സിലാക്കണം, ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വരതയുള്ള വിശാലമായിട്ടുള്ള 135 കോടി ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്ത് ഓരോ ദിവസവും നടക്കുന്ന സംഭവ വികാസങ്ങൾക്ക് അതേ ദിവസം തന്നെ ഇന്ത്യയുടെ നരേന്ദ്രമോദി പ്രസ്താവന ഇറക്കണമെന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടോ 2 ആഴ്ച കഴിഞ്ഞിട്ടോ അല്ല. അല്ല, അത് എത്ര ദിവസം? ആ ദിവസത്തിന്റെ കണക്കെന്താണ്? ആ ദിവസത്തിന്റെ കണക്കെന്താണ്? എത്ര മിനിറ്റാണ് സംസാരിച്ചത്? 89 ദിവസം എന്ന് പറയുന്നത് അത് എത്ര മാസമാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൃത്യമായിട്ട് ഈ ജനങ്ങളെ ഇന്ത്യയിലെ ജനങ്ങളെ ലോകത്തിന് മുമ്പിൽ എന്റെ തല നാണിക്കുന്നു എന്ന് പറയുമ്പോ അത് അംഗീകരിക്കുകയല്ലേ ചെയ്യുന്നത്? അദ്ദേഹം എന്താണ് പാർലമെന്റിൽ പറഞ്ഞത്? ശ്രീ പ്രിന്റു, അദ്ദേഹം എന്താണ് പാർലമെന്റിൽ പറഞ്ഞത്? 2 മണിക്കൂർ 10 മിനിറ്റ് സംസാരിച്ച ഒരാൾ 10 മിനിറ്റ് സമയം അതിനുവേണ്ടി മാറ്റിവെച്ചു. അതിനകത്ത് അദ്ദേഹം ഖേദിക്കുന്നു, തല താഴ്ത്തുന്നു എന്ന രീതിയിലാണോ പറഞ്ഞത്? അതോ അദ്ദേഹം ഒരു രാഷ്ട്രീയപരമായിട്ട് ഒരു വിഷയത്തെ നേരിട്ട് കണ്ട് സംസാരിക്കുകയായിരുന്നോ? അപർണ മേഡം, നിങ്ങൾ ആ ദിവസത്തെ നരേന്ദ്രമോദിയുടെ പാർലമെന്റിനകത്ത് നടത്തിയിട്ടുള്ള പ്രസംഗം നിങ്ങളൊന്നും വീഡിയോ എടുത്ത് നിങ്ങൾ നോക്കണം. ഞാൻ പറയുന്നു, ഒരു രാജ്യത്ത് ഒരു പ്രശ്നമുണ്ടായ സാഹചര്യത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു നരേന്ദ്രമോദി തയ്യാറാകുന്നു. സ്വാഭാവികമായിട്ട് പ്രതിപക്ഷത്തിന് അവിശ്വാസ പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവന്നതിന് ശേഷമാണ് ഞാൻ പറയുന്നത്. മണിപ്പൂരും എന്നുള്ളൊരു വിഷയത്തിനകത്ത് എന്ത് നിലപാടെടുത്തു, അത് എത്ര പെട്ടെന്ന് എടുത്തു, അതിന് ഏത് രീതിയിലുള്ള സമ്മർദ്ദം പ്രതിപക്ഷത്തിന് ചെലുത്തേണ്ടതായി വന്നു, ഏത് രീതിയിലുള്ള വിഷയങ്ങൾ പുറത്തു നടന്നു, പ്രക്ഷോഭങ്ങൾ ഏത് രീതിയിൽ പുറത്തു നടന്നു എന്നുള്ള കണക്കുകളൊക്കെ വീണ്ടും വീണ്ടും പറയിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകണോ ചർച്ച? എന്റെ അപർണ മേഡം, ഒരു രാജ്യത്ത് ഈ മെയ്ത്തികളുടെയും ഈ കുംകികളുടെയും കെന്നഡി സാർ പറഞ്ഞതുപോലെ ഇവരുടെ കലാപം തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നല്ലേ, ഇത് ഗോത്ര കലാപങ്ങൾ, ഗോത്ര വംശീയ കലാപമാണ്. ഇതിന്റെ പാരമ്പര്യം 1895 മുതൽ ബാപ്പസ്റ്റ് മിഷൻ അവിടെ കുംകി മേഖലയിലേക്ക് വന്നത് മുതലുള്ള ഒരു ചരിത്രത്തിന്റെ പശ്ചാത്തലമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അപ്സ അടക്കമുള്ള ടാഡ അടക്കമുള്ള ഈ നിയമങ്ങളിൽ നിന്ന് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് മണിപ്പൂർ അടക്കമുള്ള നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ മോചിതരായിട്ടുള്ളത്. അതിനു മുമ്പ് അവിടെ എല്ലാ സമയത്തും കൃത്യമായിട്ട് അപ്സയും ടാഡയും അടക്കമുള്ള ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഈ നോർത്ത് ഈസ്റ്റ് മേഖലയുമായി നരേന്ദ്രമോദി പ്രത്യേക ശ്രദ്ധ ആ പ്രദേശത്തെ കൃത്യമായിട്ട് ഇന്ന് ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും ഒറ്റ കാര്യം ഒരു ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് ഒരു വാചകം മാത്രം പറഞ്ഞോട്ടെ. ഒറ്റ കാര്യം മാത്രം പിന്നെ ശ്രദ്ധിക്കുക. കാലങ്ങളായി ഗോത്രവർഗങ്ങൾ തമ്മിൽ അവിടെ തർക്കമുണ്ട്. അവിടെ അഫ്സ ഇംപ്ലിമെന്റ് ചെയ്തതും ബാക്കി കാര്യങ്ങളൊന്നും ഇത്തരം തർക്കങ്ങളെ ബേസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു വന്നൊരു ഒറ്റ കാര്യം ശ്രദ്ധിക്കുക. കാലങ്ങളായി ഉണ്ടായ കലാപങ്ങളിൽ എന്നെങ്കിലും ഒരിക്കൽ 200-ലേറെ ക്രിസ്ത്യൻ പള്ളികൾ മാത്രം ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ കലാപങ്ങളെ വേർതിരിച്ച് കാണുക. ഓക്കെ പ്രിന്റു, ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെട്ടോ എന്നുള്ളത് ഒരു വിഷയം. പിന്നെ രണ്ടാമത്തെ ഞാൻ ചോദിക്കുന്നത്, ഇതിനകത്ത് അതല്ലെങ്കിൽ പിന്നെ വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ഒരു വിരുന്ന് സംഘടിപ്പിക്കുക, 9 വർഷത്തിനു ശേഷം 9 വർഷം ഇല്ലാതിരുന്ന ഒരു ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചുകൊണ്ട് അത് മാതൃകയാവട്ടെ, അതിനകത്ത് രാഷ്ട്രീയമില്ല എന്ന് കുറഞ്ഞ പക്ഷം BJP കേരളത്തിലുള്ള BJP നേതാക്കൾക്ക് രാഷ്ട്രീയമില്ല എന്നൊന്നുമില്ല. നോക്കൂ, ക്രൈസ്തവ രാഷ്ട്രീയം BJP ക്രൈസ്തവ ജനത BJP എല്ലാ കാലഘട്ടത്തിലും നെഞ്ചിലേറ്റിട്ടുണ്ട്. ഇപ്പൊ ഗോവ, ക്രിസ്ത്യാനികൾക്ക് മെജോറിറ്റി ഉള്ള ഗോവയിൽ അവിടുത്തെ 19 MLA-മാരിൽ 12 പേരും BJP-ക്കാരാണ്.
നിങ്ങൾ നാഗാലാൻഡ് നോക്കുക. അങ്ങനെയല്ല, പൊളിറ്റിക്സ് എല്ലാവർക്കും അറിയാലോ. നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഷൈജു സാർ, ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ഇടപെടല്ലേ, ഞാനൊന്ന് പറയട്ടെ ഷൈജു സാർ, ഞാൻ പറയും. അപ്പോ ഗോവയിൽ, മിസോറാമിൽ, നാഗാലാൻഡിൽ നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് സഖ്യത്തിന്റെ 316 MLA-മാരിൽ 171 പേർ, ആ 171 BJPക്ക് അനുകൂലമായി നിൽക്കുന്നവരാണ്. അപ്പൊ BJPക്ക് ക്രിസ്ത്യൻ സമൂഹത്തെ BJPയിലേക്ക് വരുന്നതിൽ നിങ്ങൾ എന്തിനാ ഇത്ര ഭയപ്പെടുന്നത്? ക്രിസ്ത്യൻ സമൂഹവും ഇവിടുത്തെ BJPയും അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിൽക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? സത്യത്തിൽ അതല്ലേ മതേതരത്വം. ഇവിടുത്തെ BJPയും ക്രൈസ്തവ സമൂഹവും ഒക്കെ ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയൊരു ഈ രാഷ്ട്രീയത്തിനെതിരെ ഇതിൽ വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. ആ പ്രതീക്ഷകൾ കൂടി കണ്ടുകൊണ്ടായിരുന്നു ആ ക്രിസ്മസ് വിരുന്ന്. എത്രയേ ചോദിച്ചുള്ളൂ. ഞാൻ പറഞ്ഞു, സ്വാഭാവികമായിട്ട് ഞാൻ പറയട്ടെ, ഒരു പൊളിറ്റിക്കൽ സംഘടന എന്ന രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും ഈ രാഷ്ട്രീയപരമായ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നതും ഒക്കെ തെറ്റാണോ? ഞാൻ പറഞ്ഞു, ഇതിനെ നിങ്ങൾ കേവലം ഈ ഒരു രാഷ്ട്രീയ പ്രേരിതമായി ഇതിനെ മാത്രം കാണരുതെന്നാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയ സ്വാഭാവികമായി എല്ലാ പ്രധാനമന്ത്രിമാരും എല്ലാ സമയത്തും ചെയ്യുന്നതാണ്. അത് BJP സമ്മതിക്കുന്നിടത്തെ നമുക്കിനി മറ്റു ചർച്ചകളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു ചോദിക്കുന്നത്. അത് ഓക്കെ, അതൊരു രാഷ്ട്രീയപരമായിട്ട് തെറ്റാണ് എന്ന് പറയുന്നില്ല, അങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നില്ല. അത് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ബാക്കി ചോദ്യവുമായിട്ട് തിരിച്ചെത്താം. ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, BJPയുടെ സംഘടനാ തലത്തിലുള്ളവരെ വരെ പരമാവധി മാറ്റി നിർത്തിക്കൊണ്ട് നേരിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ ക്രിസ്മസ് വിരുന്നിനുള്ള ക്ഷണിക്കലടക്കം നടത്തിയത്. പക്ഷേ രാഷ്ട്രീയമില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം BJP അത് വിരുന്ന് നടത്തിക്കൊണ്ട് ഒരു പക്ഷെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും, അത്തരം വിഷയങ്ങൾ കൊണ്ടുവരേണ്ട എന്നുള്ളത്. പക്ഷേ അതങ്ങനെ നമുക്ക് കൂട്ടി വായിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. രാഷ്ട്രീയമുണ്ടെങ്കിൽ ക്രൈസ്തവ സമുദായത്തിന് മുൻതൂക്കമുള്ള സംസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ പ്രധാനമായിട്ടും ദക്ഷിണേന്ത്യയിൽ അത് പ്രധാനമായും കേരളം തന്നെയാണ് എന്നൊരു വിലയിരുത്തൽ വന്നാൽ അത് ഏത് രീതിയിലായിരിക്കും താങ്കൾ കൂട്ടി വായിക്കുക? അപർണ, ഇലക്ടറൽ അരിത്തമെറ്റിക്സിൽ തീർച്ചയായും ക്രിസ്ത്യാനികൾക്കൊരു സംഭാവന കൊടുക്കണമെങ്കിൽ അത് സാധിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. പിന്നീട് തമിഴ്നാടിന്റെ ദക്ഷിണ മേഖലയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയം ഇതിൽ നിന്നും വേറിട്ട് കണ്ടെങ്കിലേ പറ്റൂ. അത് വളരെ പ്രായോഗിക രാഷ്ട്രീയമാണ്. ഏത് കക്ഷിയാണോ രാഷ്ട്രീയത്തിൽ പ്രമുഖമായി നിൽക്കുന്നത്, ഇന്ന് BJP ആണ്, യാതൊരു സംശയവുമില്ല. ഇന്ത്യയിലെ ഒന്നാമത്തെ രാഷ്ട്രീയ കക്ഷി ഭാരതീയ ജനതാ പാർട്ടിയാണ്. സ്വാഭാവികമായി കേന്ദ്ര ഗവൺമെന്റ് ആര് ഭരിക്കുന്നു അതിനോട് ഒട്ടി നിൽക്കുന്ന ഒരു പ്രായോഗിക സമീപനമാണ് റിസോഴ്സസിന് വേണ്ടി കേന്ദ്ര അലോട്ട്മെന്റിന് വേണ്ടി വളരെയധികം ആഗ്രഹിക്കുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പൊതുവെ പ്രാദേശിക കക്ഷികൾ നടത്തുന്നത്. അതുകൊണ്ട് അത് BJP അനുകൂലമാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിൽ എത്രത്തോളം ഔചിത്യമുണ്ട് എന്ന് എനിക്കറിയില്ല. അതൊരു വശം. രണ്ട്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു വിശേഷ അവസരത്തിൽ, അത് ഈസ്റ്റർ ആയിക്കൊള്ളട്ടെ, ക്രിസ്തുമസ് ആയിക്കൊള്ളട്ടെ, ക്രൈസ്തവ മത നേതാക്കളെ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിൽ തലയെടുപ്പുള്ള വ്യവസായികളെ, ആളുകളെ, ക്രൈസ്തവ സഹോദരങ്ങളെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെ വാദത്തിന് വേണ്ടി നമുക്ക് പറയാം. ഉണ്ടെങ്കിൽ തന്നെ അതിൽ എന്താണ് തെറ്റ്? ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. അപ്പോൾ സ്വാഭാവികമായി എല്ലാ വിഭാഗങ്ങൾക്കും അക്സെപ്റ്റബിൾ ആകണം. അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം BJPയുടെ നേതാവ് മാത്രമല്ല, അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. അപ്പൊ അത് മാത്രമല്ല, അദ്ദേഹം ക്രൈസ്തവ നേതാക്കളെ അതിന്റെ രണ്ട് സെലക്ഷൻ ഞാൻ വളരെ കൗതുകത്തോടുകൂടി കണ്ട ഒരു കാര്യം. കേരളത്തിൽ അദ്ദേഹം ഈസ്റ്ററിന്റെ സമയത്ത് വന്ന സമയത്തെ കാണാൻ താല്പര്യപ്പെട്ടത് സെലക്ട് നമ്പർ ഓഫ് ബിഷപ്സിനെയാണ്. ഓർക്കുക, ഈ ബിഷപ്സിന്റെ ഒരു പ്രൊഫൈൽ നോക്കുക. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തലവൻ, മലങ്കര യാക്കോബായ സഭയുടെ തലവൻ, മലങ്കര മർത്തോമ സഭയുടെ തലവൻ, അതുപോലെ കനാനയ വിഭാഗത്തിന്റെ തലവൻ, അത് മാത്രമല്ല ഖൽദയ വിഭാഗം, അതുപോലെ മലങ്കര കത്തോലിക്ക വിഭാഗം. ഈ എല്ലാ വിഭാഗങ്ങളുടെയും കോമൺ ത്രെഡ് എന്ന് പറയുന്നത് 2000 വർഷമായി ക്രൈസ്തവ പാരമ്പര്യമുള്ള സഭയുടെ അവാന്തര വിഭാഗങ്ങളാണ്. പക്ഷേ CSI സഭയ്ക്ക് അതിന് 2000 വർഷത്തെ പഴക്കം പറയാനാവില്ല. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമുള്ള ഒരു ആംഗ്ലിക്കൻ ഒരു ടച്ചുള്ള സഭയാണ്. അപ്പൊ അവിടെ CSI സഭ മനഃപൂർവ്വമാണോ എന്നറിയില്ല, എങ്ങനെയോ അതിൽ ഒഴിവാക്കപ്പെട്ടു. അതുപോലെ ലത്തീൻ കത്തോലിക്ക വിഭാഗവും ഒഴിവാക്കപ്പെട്ടു. എന്നാൽ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ അത് ഒരു സർക്കിൾ കഴിഞ്ഞിരിക്കുന്നു. ഈസ്റ്റർ മുതൽ ക്രിസ്തുമസ് വരെയുള്ള ഒരു സർക്കിൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഡൽഹിയിൽ ക്രിസ്തുമസ് സമയത്ത് ഒരു സ്നേഹവിരുന്നിനായി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് വിളിച്ചതാരെയാണെന്ന് നോക്കൂ. കത്തോലിക്ക സഭയുടെ പ്രതിനിധികളെ വിളിച്ചു. ഓസ്വാൾഡ് ഗ്രേഷ്യസ്, അദ്ദേഹം തീർച്ചയായിട്ടും വലിയ ഒരു പദവി വഹിക്കുന്ന ആളാണ്, കാർഡിനലാണ്, പേപ്പൽ കൗൺസിലിലെ അംഗം കൂടിയാണ്, ബോംബെ ബിഷപ്പ് കൂടിയായിരുന്നു. കാർഡിനൽ ഓസ്വാൾഡ് ഗ്രേഷ്യസ്
അതുപോലെ കത്തോലിക്ക വിഭാഗത്തിന്റെ അനിൽ കൗട്ടോ ആർച്ച് ബിഷപ്പാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇന്ത്യയിലെ ആകമാന ക്രൈസ്തവരുടെ ഏതാണ്ട് 50% കത്തോലിക്കരാണ്. ഇനി കത്തോലിക്ക ഇതര വിഭാഗങ്ങൾ വളരെയധികം വിഘടിച്ചു നിൽക്കുന്ന വിഭാഗങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗം CNI ആണ്. വടക്കേ ഇന്ത്യയിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ, CSI ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയിലെ പോൾ സ്വരൂപിനെ ക്ഷണിച്ചിരിക്കുന്നു. പിന്നീട് കേരളത്തിന് വേദികളുള്ള വ്യവസായ രംഗത്തെ പ്രമുഖരെയും, അത് കൊച്ചൗസ്ത്യ ചിത്രപ്പള്ളി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ കിറ്റക്സിന്റെ ആളുകളായിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ചു. അഞ്ജു ബോബി ജോർജ് എന്ന ഈ കായിക രംഗത്തുള്ള ക്രിസ്ത്യൻ മുഖങ്ങളാണ്. അവർ ക്രിസ്ത്യൻ മുഖങ്ങൾ എന്ന രീതിയിൽ അല്ല അറിയപ്പെടുന്നത്, മറിച്ച് അവർ വിവിധ വിഭാഗങ്ങളെ, വിവിധ ഫങ്ഷണൽ ഗ്രൂപ്പുകളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അവർക്കെല്ലാം ക്രിസ്തുമസ് ഉണ്ട്. അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവരെ എല്ലാം വിളിച്ച് സംസാരിക്കുമ്പോൾ അതിൽ ഒരു രാഷ്ട്രീയം വേണമെങ്കിൽ നമുക്ക് കാണാം. കാരണം ഒരു ഗുഡ്വിൽ ജനറേഷനാണ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തീർച്ചയായിട്ടും ഔപചാരികതയ്ക്കും സിംബോളിസത്തിനും, അല്ലെങ്കിൽ പ്രതീകാത്മകതയ്ക്ക് വലിയ വില നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് പ്രതീകാത്മകമായി നോക്കുമ്പോൾ ക്രൈസ്തവ സമുദായത്തിന് സംഭവിച്ച മുറിവുകൾ ഉണക്കുന്നതിന് ഒരു തുറന്ന ചർച്ചയ്ക്കുള്ള വേദിയായി ക്രിസ്തുമസ് ഒരുപക്ഷെ പറ്റില്ലായിരിക്കാം. കാരണം ക്രിസ്തുമസിന്റെ സന്ദേശം ഇതാണ്: സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ്. ആ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അപ്പൊ ഈ സമാധാനം എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്, ഒരു അനുഭവമാണ്. ഈ അനുഭവത്തിലേക്ക് വരുന്നത് ഒരു നിമിഷം കൊണ്ട് ഒരു ചർച്ചയിലൂടെ വരാവുന്നതല്ല. മുറിവുകൾ ഉടക്കപ്പെടണം, അതിനുള്ള വഴി ഒരുക്കണം. ആ ഒരു വഴി ഒരുക്കുന്നതിന്റെ ഭാഗമായി ഒരു ഫീലർ എന്ന നിലയിലാണ് ഒരുപക്ഷെ ഈ തരം കൂടിവരവുകളെ നമ്മൾ കാണേണ്ടത്. ഈ കൂടിവരവുകൾ ഒരുപക്ഷെ അപർണ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ വായിച്ചാൽ, കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വ്യക്തമായ ഇലക്ഷൻ പദ്ധതികളുണ്ട്. കേരളത്തിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ പൊതുവെ ഭാരതീയ ജനതാ പാർട്ടി വെല്ലുവിളികൾ നേരിടുകയാണ്. നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യ പ്രദേശത്തും അതീവ നിർണായക ശക്തിയാണ്. ശ്രീ മോഹൻ വർഗീസ്, ഞാൻ താങ്കളിലേക്ക് തന്നെ തിരികെ വരാം. ആ ഒരു സൗത്ത് ഇന്ത്യൻ കണക്കുകളിലേക്ക് തന്നെയാണ് വേണ്ടത്. അതാണ് നമ്മുടെ പ്രധാന ഫോക്കസും. ഞാൻ ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നു. ശ്രീ ബിനോയ് വിശ്വം, പ്രധാനമായിട്ടും പ്രധാനമന്ത്രി മണിപ്പൂർ പരാമർശിച്ചില്ല ക്രിസ്മസ് വിരുന്നിൽ എന്നാണ് CPIയുടെ വിമർശനം. പാർലമെന്റിലടക്കം പ്രധാനമന്ത്രി ഈ വിഷയങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്തതുകൊണ്ട് അത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, എങ്കിലും ഈ വിഷയങ്ങളെല്ലാം കൃത്യമായി അഡ്രസ്സ് ചെയ്തു. അത് ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് സംതൃപ്തമാവുന്ന ഒരു രീതിയിലാണ് എന്നുള്ളൊരു അവകാശവാദം BJPയുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ CPIയുടെ ആ വിമർശനത്തിൽ കഴമ്പുണ്ടോ? പൂർണ്ണമായും കഴമ്പുണ്ട്, പൂർണ്ണമായും. എന്റെ മുമ്പ് സംസാരിച്ച സുഹൃത്തുക്കൾ എനിക്കറിയില്ല. ഞാനിപ്പോൾ ഒരു കാറിനകത്ത് യാത്ര ചെയ്യുകയാണ്. ഞാൻ അതുപോലെ കേട്ടില്ല. ഞാൻ കേട്ട ഭാഗത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് മുറിവുണക്കൽ പ്രക്രിയ. അത് പെട്ടെന്ന് നടക്കില്ല, അത് കാലമെടുക്കുന്നു പറഞ്ഞു. മെയ് മാസം 3-നാണ് അവിടെ മുറിവുണ്ടായത്. ആഴത്തിലേറ്റ മണിപ്പൂരിന്റെ മുറിവ് ഉണ്ടായത് മെയ് മാസം 3-നായിരിക്കെ ഇത്രയും മാസം കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രി മണിപ്പൂർ എന്ന വാക്ക് പറഞ്ഞത് ഒരേ തവണ ഒറ്റ പ്രാവശ്യം മാത്രമാണ്. അത് 4 മിനിറ്റ്, പാർലമെന്റിൽ 4 മിനിറ്റ്. അതുകൊണ്ട് ഉണങ്ങാൻ പറ്റിയ മുറിവല്ല മണിപ്പൂരിൻ്റെത്. ഞാൻ മണിപ്പൂരിൽ പലവട്ടം പോയി എല്ലാം കണ്ടവരാണ്. തകർന്നു കിടക്കുന്ന പള്ളികൾ, ആക്രമിക്കപ്പെട്ട പള്ളിക്കൂടങ്ങൾ, ഇതെല്ലാം ഞാൻ കണ്ടതാണ്. അഭയാർത്ഥിക്കാത്തുള്ള മനുഷ്യർ, അതിന് ക്രിസ്ത്യാനികളും ഇല്ലാത്തവരും എല്ലാവരും ഉണ്ട്. ഇങ്ങനെയൊരു ഗുരുതരമായ സ്ഥിതിവിശേഷം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തിന്റെ കേന്ദ്രമായ മണിപ്പൂരിൽ ഉണ്ടായിട്ട് ഇത്രയും നിസ്സാരമായി ആഹ്ലാദത്തോടെ തന്നെ കാണുന്ന പ്രധാനമന്ത്രിയെ പറ്റി ഈ നാടിന് ദുഃഖമുണ്ട് എന്ന് ഞാൻ പറയുന്നത്. ദുഃഖമുണ്ട്. ആ ചുറ്റുപാടിലാണ് ഇവരെല്ലാം വിളിച്ചു വരുത്തിയത്. അവരോട് രഹസ്യമായിട്ട് എപ്പോഴെങ്കിലും മണിപ്പൂരിലെ കാര്യം ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്, പരിഹാരമുണ്ട് എന്ന് പ്രധാനമന്ത്രിയും പറഞ്ഞില്ല. അത് ചോദിക്കാനുള്ള ഒരു സന്നദ്ധത, അതും രഹസ്യമായിട്ട് ചോദിക്കാനുള്ള സന്നദ്ധത ഇവരാരും കാണിച്ചുമില്ല. ഞാൻ പറയുന്നത് കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആരാണെന്ന് നിർബന്ധം വിളിക്കാം. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി സ്വന്തം ഔദ്യോഗിക വസതിയിലേക്ക് ക്രിസ്തുമസ് നാളിൽ ക്രിസ്തീയ സഭകളുടെ വക്താക്കളെ മാത്രം തിരഞ്ഞു പിടിച്ചു വിളിക്കുന്നത്. കൂടെ കുറെ ബിസിനസ്സുകാരെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് തന്നെയാണ്. എവിടെ ഞാൻ വായിച്ചു എല്ലാ കൊല്ലവും ഉള്ളതാണ്. എല്ലാ കൊല്ലവും ഇങ്ങനെ വരുന്നുണ്ടായിട്ടില്ല. അതൊക്കെ പ്രചാരവേലയ്ക്ക് വേണ്ടിയുള്ള BJPയുടെ സാമർത്ഥ്യമായിരിക്കാം. പക്ഷെ ഇത് പ്രചാരവേല കൊണ്ടോ അല്ലെങ്കിൽ കണ്ണടച്ചത് കൊണ്ടോ തീരുന്ന വിഷയമല്ല ഇത്. എന്റെ വിഷയം അത് മാത്രമാണ്. ഇതൊരു രാഷ്ട്രീയ കണ്ണുള്ള നീക്കമാണ്. കേരളത്തിലെ പ്രയോഗത്തിൽ ക്രിസ്തീയ വോട്ടുകൾ നേടാൻ വേണ്ടി സഹായിക്കുമെന്നാണ് വ്യാമോഹമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ BJP ഈ
ക്രിസ്തീയ മതവിശ്വാസികളെ രാജ്യത്തിന്റെ ആഭ്യന്തര വെല്ലുവിളിയായി കാണുന്ന വിചാരധാരയെയും അതിലെ വാദങ്ങളെയും തള്ളി. അതായത് ശ്രീ നിമിഷം ഞാൻ ചോദിക്കുന്നത്, ഈ മണിപ്പൂർ വിഷയം അടക്കമുള്ളവയിൽ മുറിവുണക്കുക എന്നതിനപ്പുറത്തേക്ക് ക്രൈസ്തവ സമുദായത്തെ ഒപ്പം നിർത്തിക്കൊണ്ട് BJP ലക്ഷ്യമിടുന്നത് കേരളം തന്നെയാണ് എന്നുകൂടി നിങ്ങൾ വിലയിരുത്തുന്നു? നിങ്ങളൊന്നും എന്നെ കേൾക്കണം, ദയവായിട്ട് എന്നെ മിണ്ടാൻ സമ്മതിക്കണം, അല്ലെങ്കിൽ എന്നെ വിളിക്കരുത്. തീർച്ചയായും പറഞ്ഞോളൂ. ഞാൻ ഒരു കാര്യം മണിപ്പൂർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ വാദം, ക്രിസ്തീയ വിശ്വാസികളെ പറ്റി BJPയുടെയും RSSന്റെയും വേദഗ്രന്ഥമായി പറയപ്പെടുന്ന വിചാരധാരയിൽ എഴുതി വെച്ചിരിക്കുന്നത് ആഭ്യന്തര വെല്ലുവിളികളിൽ രണ്ടാമത്തെ കൂട്ടരായിട്ടാണ്. ഒന്നാമത്തെ കൂട്ടർ മുസ്ലിമുകൾ, രണ്ടാമത്തെ കൂട്ടർ ക്രിസ്ത്യാനികൾ, മൂന്നാമത്തെ കൂട്ടർ കമ്മ്യൂണിസ്റ്റുകൾ. ഇതാണ് അതിനകത്തുള്ള ഒരു ക്രമത്തിൽ പ്രചരിക്കുന്നത്. അങ്ങനെ ആഭ്യന്തര വെല്ലുവിളിയായിട്ട് ക്രിസ്ത്യാനികളെ കാണുന്ന ഈ ധാരയിൽ നിന്നും, ഈ വിചാരധാരയിൽ നിന്നും BJP വഴിമാറിപ്പോയോ? അത് എഴുതിയ ഗോൾവാക്കറെ തള്ളിപ്പറയുമോ BJP? അതോ BJP ഇപ്പോഴും അവിടെ നിൽക്കുകയാണോ? ഗുരുജി എന്ന് വിളിച്ചുകൊണ്ട് അവർ ആരാധിക്കുന്ന ഗോൾവാക്കറുടെ ആ വാദങ്ങളോട് BJPക്ക് ഇപ്പോൾ വിധേയത്വമുണ്ടോ? ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കപ്പെടേണ്ടതല്ലേ? ഇത്തരം ഗൗരവമാർഗ ചോദ്യങ്ങളെല്ലാം ബാക്കി നിൽക്കെ അവർ നടത്തിയിട്ടുള്ള ആ വിരുന്ന് വാസ്തവത്തിൽ കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകളെ പാട്ടിലാക്കാൻ വേണ്ടിയുള്ള BJPയുടെ ശോഷണത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. അതിനപ്പുറത്തൊന്നുമില്ല. ഇതൊരു BJP രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥമായ മുഖം, കാപട്യത്തിന്റെ മുഖം, അവരുടെ കൗശലത്തിന്റെ മുഖം തുറന്ന് കാണിക്കുന്നു നമുക്ക് എനിക്ക് പറയാനുള്ളൂ. വളരെ നന്ദി ശ്രീ ബിനോയ് വിശ്വം പ്രതികരിച്ചത്. ശ്രീ മോഹൻ വർഗീസ്, നേരത്തെ പറഞ്ഞു വന്നതിലേക്ക് താങ്കൾ ഒന്ന് തുടരണം. അതായത് മണിപ്പൂരിനപ്പുറത്തേക്ക് BJP ലക്ഷ്യമിടുന്നത് ക്രൈസ്തവ സമുദായം ബലവത്തായിട്ടുള്ള കേരളം എന്നുള്ള ഒരു സംസ്ഥാനം തന്നെയാണ്. ആ രീതിയിലേക്കുള്ള ഒരു നീക്കം നടത്തുന്നു. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ എന്ത് കലാപം നടക്കുമ്പോഴും ശക്തമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. ആ കൂടെ ഉണ്ട് ഞങ്ങൾ എന്നുള്ളൊരു സന്ദേശം ഒരു വശത്ത് നൽകുക, ഒപ്പം ബാലികേറാമലയായി നിൽക്കുന്ന കേരളത്തിലേക്ക് കടന്നു വരാൻ ക്രൈസ്തവ സമുദായത്തിന്റെ സഹായവും പിന്തുണയും തേടാനുള്ള ഒരു നീക്കം നടത്തുക. അതായത് കേരളമാണോ കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റ്? കേരളമാണ് കൃത്യമായ ടാർഗറ്റ് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കേരളത്തിലെ 4 നിയോജക മണ്ഡലങ്ങൾ, 1 തിരുവനന്തപുരം, 2 പത്തനംതിട്ട, 3 തൃശൂർ, 4 പാലക്കാട് മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുകയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇതിൽ പാലക്കാട് ഒഴികെയുള്ള മറ്റ് 3 മണ്ഡലങ്ങളിലും ശക്തമായ ക്രൈസ്തവ സാന്നിധ്യമുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിന്റെ പടിഞ്ഞാറൻ മേഖല ലത്തീൻ കത്തോലിക്ക മേഖലയാണ്. തെക്കൻ മേഖല നാടാർ ബെൽറ്റാണ്. ആ മേഖലയിലെ നല്ല ക്രൈസ്തവ സാന്നിധ്യം അത് പൊതുവെ UDF അനുകൂലമായും ഒരു പരിധിവരെ LDF അനുകൂലമായി നിൽക്കുന്ന ആ വിഭാഗത്തെ കോൺഫിഡൻസിൽ എടുക്കാതെ കോർ BJP വോട്ട് മാത്രം കൊണ്ട് തിരുവനന്തപുരത്ത് ജയിക്കാനാവില്ല എന്ന ബോധം, അതൊരു യാഥാർത്ഥ്യ ബോധമാണ്. അത് പ്രായോഗികമാണോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. ആ വിഭാഗങ്ങളെ ഇങ്ങനെയുള്ള ചില നാടകീയമായ നീക്കങ്ങളിലൂടെ കോൺഫിഡൻസ് എടുക്കാനാവുമോ എന്ന രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ മണ്ഡലം പത്തനംതിട്ട മണ്ഡലമാണ്. പത്തനംതിട്ട മണ്ഡലം ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രത്യേക ഒരു സാഹചര്യത്തിൽ ശബരിമല വിഷയത്തിലെ പോരാട്ടവും കൂടി ഉള്ള ഒരു സാഹചര്യത്തിൽ ശ്രീ സുരേന്ദ്രൻ ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് BJPക്ക് വേണ്ടി കാഴ്ചവെച്ചത്. ഏതാണ്ട് ഒരു ത്രികോണ മത്സരത്തിൽ ആദ്യഘട്ടത്തിൽ ശ്രീ സുരേന്ദ്രൻ വിജയിക്കും എന്ന രീതിയിൽ തന്നെ ഉള്ള ഒരു പ്രചരണം ഉണ്ടായി. എന്നാൽ 3ാം സ്ഥാനത്തേക്ക് വന്നു. പക്ഷേ ഇപ്രാവശ്യം വളരെ ഗൗരവത്തോടുകൂടി തന്നെ ആ ഭാഗം കാണുന്നു. ആ മണ്ഡലത്തിൽ 20 മുതൽ 30% വരെ വോട്ടേഴ്സ് ക്രിസ്ത്യാനികളാണ് എന്ന് ഓർക്കുക. 3ാമത്തെ ശ്രദ്ധാകേന്ദ്രം ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ഗ്ലാമർ മണ്ഡലം എന്ന് പറയുന്നത് ശ്രീ സുരേഷ് ഗോപി മത്സരിക്കാൻ സാധ്യതയുള്ള തൃശൂർ മണ്ഡലമാണ്. അവിടുത്തെ ക്രൈസ്തവ വിഭാഗങ്ങളെ കോൺഫിഡൻസിൽ എടുക്കാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ലേബലിൽ സിനിമാ താരം കൂടിയായ സുരേഷ് ഗോപിക്ക് ജയിച്ചു വരാവുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല. അതുകൊണ്ട് തൃശ്ശൂരാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ഫോക്കസ്. പാലക്കാട് മണ്ഡലങ്ങൾ കാര്യമായി ക്രൈസ്തവ സാന്നിധ്യമുണ്ട് എന്ന് കരുതാനാവില്ല. പിന്നെ ക്രൈസ്തവർ 18% കേരള ജനസംഖ്യയുടെ 18% വരുന്ന ക്രൈസ്തവരെ കോൺഫിഡൻസിൽ എടുക്കാതെ ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ നിയമസഭയിലോ ലോക്സഭയിലോ അക്കൗണ്ട് തുറക്കാനാവില്ല എന്നത് പച്ച പരമാർത്ഥമാണ്. അതുകൊണ്ട് ഒരു പാൻ ഇന്ത്യ പാർട്ടി എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരാൻ കഴിയണമെങ്കിൽ ഗുഡ്വില്ല് ജനറേറ്റ് ചെയ്യാൻ കഴിയണം. അത് കേരളത്തിലും തെക്കൻ തമിഴ്നാട്ടിലും വരേണ്ട ഗുഡ്വിൽ ജനറേഷൻ ആണ്. അതിന് ഇതുപോലെയുള്ള ഫെസ്റ്റീവ് ഒക്കേഷൻസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി. തീർച്ചയായും.
തീർച്ചയായും ഡോക്ടർ മോഹൻ അതിന് ബർഗീസ് പ്രധാനമന്ത്രിയുടെ ഒരു സെക്കൻഡ് അതിന് പ്രധാനമന്ത്രി എന്ന വ്യക്തി നേരിട്ട് ഡയറക്ട്നെസ് ഇൻവോൾവ് ഇൻ ഇറ്റ്. ക്രിസ്തുമസിന്റെ ഒരു സ്പിരിറ്റും ഡയറക്ട്നെസ് എന്നതാണ്. അപ്പൊ ആ ഡയറക്ട്നെസ് ആണ് നരേന്ദ്രമോദി എന്ന വ്യക്തി. അദ്ദേഹം രാഷ്ട്രീയക്കാരനായിട്ടല്ല, പ്രധാനമന്ത്രി എന്ന നിലയിലേക്കാണ് ഇറങ്ങി വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനെ സംശയദൃഷ്ടിയോടുകൂടി കാണേണ്ട ആവശ്യമില്ല. അതിനെ ഒരു ഫ്രണ്ട്ലി ജസ്റ്ററായി, ഒരു ഇഫ്താർ വിരുന്നിന് വേണ്ടി വിളിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട്ലി ജസ്റ്ററായിട്ട് കാണണം. അത് മുൻവിധികളോടുകൂടി ഇങ്ങനെയുള്ള ക്ഷണങ്ങളെ കാണേണ്ട ആവശ്യമില്ല. അതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള പക്വത ക്രൈസ്തവ വിഭാഗങ്ങൾ കാട്ടണമെന്നും എനിക്ക് അഭിപ്രായമുണ്ട്. ഓക്കെ, ആ 2 പോയിന്റ് കൂടി ശ്രീ ഷൈജു ആന്റണി, ഈ സ്റ്റാർ മണ്ഡലം എന്ന് വിശേഷിപ്പിക്കുന്ന തൃശ്ശൂര് തന്നെ എടുക്കുക. അടുത്ത മാസം പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നു. അദ്ദേഹം വീണ്ടും ക്രൈസ്തവ മതമേലധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. അതിന് വേദിയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് തൃശ്ശൂരാണെന്നുള്ള റിപ്പോർട്ടുകൾ ഇതിനൊപ്പം വരുന്നുണ്ട്. അതായത് BJP ഉറ്റുനോക്കുന്ന മണ്ഡലത്തിൽ തന്നെ ആ രീതിയിലുള്ള ഒരു ബാന്ധവത്തിന് കൂടുതൽ കളം ഒരുങ്ങട്ടെ, കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞൊരു വിഷയമുണ്ട്. ഇത് ശരിയാണോ, ഇതിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നോക്കി വിലയിരുത്തിക്കൊണ്ട് പിന്തുണ കൊടുക്കാനും കൊടുക്കാതിരിക്കാനുമുള്ള വിവേകവും വിവേചന ബുദ്ധിയും കേരളത്തിലെ ക്രൈസ്തവ സമുദായങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ഈ വരവ് അടക്കം വലിയൊരു ഇമ്പാക്ട് ചെലുത്താനുള്ള സാധ്യതയുണ്ടോ ക്രൈസ്തവ വോട്ടുകളിൽ? ഒന്ന്, ശ്രീ മോഹൻ വർഗീസിന്റെ ഒബ്സർവേഷൻസിനെ ഞാൻ വളരെ സെൻസിബിളായി കാണും. അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസ് വളരെ സെൻസിബിൾ ആണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഒരു എലക്ഷൻ എഞ്ചിനീയറിംഗും സൗത്ത് ഇന്ത്യയിലെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലെയും പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലെ എലക്ഷൻ എഞ്ചിനീയറിംഗും രണ്ടാണ്. അതിനെ രണ്ടായിട്ട് തന്നെ കാണണം. അവിടെ ഗോത്രവർഗ വിഭാഗമുള്ള ഒരു പ്രദേശത്തെ അവരുടെ ഒരു കാഴ്ചപ്പാടുകൾ, ഇവിടുത്തെ കാഴ്ചപ്പാടുകളും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണ്? ഇവിടെയുള്ള പ്രശ്നം, ഇവിടുത്തെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനി വളരെ കൃത്യമായി കാര്യങ്ങളെ അനലൈസ് ചെയ്യും. നിങ്ങൾ നേരത്തെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞത് ക്രിസ്ത്യാനികൾ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു സമയമെന്നാണ്. ക്രിസ്ത്യാനികളെ ഹിന്ദു ആക്രമിക്കുന്നു എന്ന് ഞാൻ ഒരു വാചകം പോലും ഞാൻ പറഞ്ഞില്ല. എന്റെ പരാമർശത്തിൽ ഒരിടത്തും ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഒരു പ്രശ്നമുണ്ട് എന്ന മട്ടിൽ ഞാൻ ഒരു വാചകം പോലും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ക്രിസ്ത്യാനികൾ വലിയ പ്രതിസന്ധി നേരിടുന്ന ഇന്ത്യയിൽ എന്നാണ്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ അവരുടെ കണക്ക് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തി. അത് പ്രകാരം 2023 ജനുവരി മാസം 1-ാം തീയതി മുതൽ 2023 നവംബർ മാസം 30-ാം തീയതി വരെ 687 ക്രിസ്ത്യൻ പെർസിക്യൂഷൻസ്, ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഒരു ദിവസം 1-ലേറെ തവണ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് കണക്കുകൾ വെച്ച് അവരുടെ FIRകളുടെ കോപ്പി വെച്ച് അവർ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു സർക്കാരിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു BJP നേതാവിനോ ആർക്കെങ്കിലും ഒരാൾ പോലും ഇന്ന് വരെ ഇതിനെ ഖണ്ഡിച്ചിട്ടില്ല. കാരണം അവരുടെ കയ്യിൽ കൃത്യമായ ഡേറ്റയുണ്ട്. ഡേറ്റയുടെ പുറത്താണ് അവരിത് മുഴുവനും ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, അങ്ങനെ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ വിവിധ വിഭാഗങ്ങൾ കൂടിയുള്ള ഒരു സ്ഥലത്ത് അവർ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഇന്ത്യയിലെ വളരെ പ്രമുഖമായ ഒരു ജനവിഭാഗം വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന വിഷയം അഡ്രസ് ചെയ്യാതെ പോയാൽ കേരളത്തിൽ വേരുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. മതേതരത്വം എന്ന് പറയുന്നത്, സെക്യുലറിസം എന്ന് പറയുന്നത് ഒരു മുഖം മൂടി മാത്രമായി ജനം വിലയിരുത്തിയാൽ അത്ഭുതപ്പെടരുത്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിന് മുന്നത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ BJPയുടെ വോട്ട് ശതമാനം കുറഞ്ഞത്? എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനവിഭാഗം വളരെ കൃത്യമായി നോക്കിക്കാണുന്നത് ഇതാണ്. ഞാനൊരു ഹിന്ദു ക്രിസ്ത്യൻ സംഘർഷമൊന്നല്ല പറയണത്. ക്രിസ്ത്യാനികൾ വലിയ ബുദ്ധിമുട്ടിലാണ്. ആ കാര്യത്തിൽ ഒരാൾ പോലും, പ്രത്യേകിച്ച് മധ്യപ്രദേശിൽ, ഛത്തീസ്ഗഡിൽ, ഉത്തർപ്രദേശിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികൾ വലിയ ബുദ്ധിമുട്ടിലാണ്. അവിടുത്തെ ഗ്രാമങ്ങളിലെ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാനാവുന്നില്ല. നമ്മുടെ ഇവിടെ നിന്ന് പോയിട്ടുള്ള കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മലയാളി പുരോഹിതർ, മലയാളി കന്യാസ്ത്രീമാർ, അങ്ങനെയുള്ളവരുടെ എല്ലാവരുടെയും റിപ്പോർട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹൃദയിൽ നിന്ന് ഒരു കണ്ടെയ്നർ സാധനങ്ങളാണ് നമ്മൾ ഇവിടെ നിന്ന് അയച്ചു കൊടുത്തത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അവിടുത്തെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്താണ്. ഞാൻ പറഞ്ഞു വന്നത്,
അതിനെ അഡ്രസ് ചെയ്യണം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരിക്കലും ഇത് അവർ നമുക്കെതിരെ ഉണ്ടാക്കിയ ഒരു സാധനം, ആസൂത്രിതമായി ഉണ്ടാക്കിയ ഒരു കലാപം, ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അതിനെ അഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ ക്രിസ്ത്യാനികൾ ഈ അടുത്ത കാലത്തെ കണ്ട് ഉണ്ടായതാണെന്നുള്ളൂ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്ത്യാനികളുടെ ചരിത്രമുള്ള സ്ഥലമാണത്. രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് തൊട്ട് ക്രിസ്ത്യാനികളുടെ സ്ഥലമാണത്. അങ്ങനെയുള്ള സ്ഥലത്തെ കുറിച്ചൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുക, പറയുന്ന ആളുകളെ ഇകഴ്ത്തി സംസാരിക്കുക, അതുകൊണ്ടൊന്നും ഒരിടത്തും എത്തൂല. അഡ്രസ് ചെയ്യപ്പെടേണ്ട പ്രശ്നം എന്താണ്? പ്രശ്നം ക്രിസ്ത്യാനി കേരളത്തിൽ എന്നതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. ഇത്രേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. ആ സാഹചര്യത്തിന് ഉതകുന്ന തരത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കണം, അല്ലെങ്കിൽ BJP നേതാക്കൾ സംസാരിക്കണം. അല്ലാതെ ഞങ്ങൾ അവിടെ അത് ചെയ്തില്ല, ഞങ്ങൾ ഇവിടെ ഇത് ചെയ്തില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഒന്നും ഒരർത്ഥമില്ല. വളരെ കൃത്യമായ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾ വായിക്കുന്നവരാണ്. അത് വ്യക്തമാണ് ശ്രീ ഷൈജു ആന്റണി. അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, അത് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ കേരളത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു പാലമിടണം സൗത്ത് കേരളത്തിലേക്ക് ഒരു പാലമിടണം എന്ന് വിചാരിക്കാൻ BJPക്ക് കഴിയും. അതിൽ യാതൊരു തെറ്റുമില്ല. ഒരു അക്കൗണ്ട് തുടങ്ങണം എന്ന് വിചാരിക്കുന്നു. സ്റ്റാർ മണ്ഡലമായ തൃശ്ശൂർ ആ രീതിയിലുള്ള ഓപ്പറേഷൻസ്, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ക്രൈസ്തവ സമൂഹത്തെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ പിന്തുണ നേടിക്കൊണ്ട് ക്ലച്ച് പിടിക്കാൻ BJPക്ക് കഴിയുമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഗിമ്മിക്സിന്റെ കൂട്ടത്തിലുണ്ടായ മറ്റൊരു ഗിമ്മിക്ക് കൂടിയാണ്. പ്രധാനമന്ത്രി പറഞ്ഞു മാർപ്പാപ്പ 2024 ഇന്ത്യ സന്ദർശിക്കും, അല്ലെങ്കിൽ 2025 ആദ്യഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ പ്രധാനമന്ത്രിയെ കേട്ടുകൊണ്ടിരുന്ന ചില ബിഷപ്പുമാരോട് തന്നെ ഞാൻ ചോദിച്ചു, മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കാനുള്ള എത്ര പേപ്പറുകൾ നീക്കി? 2021 മാർപ്പാപ്പയെ പ്രധാനമന്ത്രി സന്ദർശിച്ചപ്പോ അവിടെ വെച്ച് കൊടുത്ത ഒരു ഓപ്പൺ ഇൻവിറ്റേഷൻ അല്ലാതെ അതിനുശേഷം ഒരു കടലാസ് പോലും ഇന്ത്യയിൽ നിന്ന് മൂവ് ചെയ്തതായി ഇവിടെയുള്ള ബിഷപ്പുമാർക്കോ CBCIക്കോ ആർക്കും അറിഞ്ഞുകൂടാ. ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ മാർപ്പാപ്പ വരുമെന്ന ഒരു പ്രഖ്യാപനം നടത്തുക, ആ പ്രഖ്യാപനത്തിലൂടെ ക്രിസ്ത്യാനികളുടെ മനസ്സിലേക്ക് കയറി കൂടുക, ഇതെല്ലാം പൊളിറ്റിക്സ് ആയിട്ടല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, തീർച്ചയായിട്ടും. കെന്നഡി കരിമംഗാലയിൽ അതൊരു ഗിമ്മിക്ക് മാത്രമായിരുന്നു. പോപ്പ് വരും എന്ന് ഒരു പ്രഖ്യാപനം നടത്തുക, മറ്റു വിഷയങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ, പോപ്പ് വരും എന്ന് നടത്തുന്നത് അടക്കം അതൊരു ഗിമ്മിക്ക് മാത്രമാണോ? ഇനി ഇതുപോലെയുള്ള ഗിമ്മിക്കുകളിൽ കേരളത്തിലുള്ള പ്രബുദ്ധരായിട്ടുള്ള ക്രൈസ്തവ സമുദായങ്ങൾ അത് കണ്ണടച്ച് വിശ്വസിക്കും, അല്ലെങ്കിൽ അങ്ങനെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതൊക്കെ മോശം കാര്യമല്ലേ? അത് വെറും ഒരു ഗിമ്മിക്ക് മാത്രമായിരുന്നു എന്ന് താങ്കൾ കരുതുന്നു? നോക്കൂ, നമ്മുടെ ഭാരതം ലോകത്ത് തന്നെ സാമ്പത്തികമായി മുന്നേറും എന്ന് പറഞ്ഞത് വെറും ഗിമ്മിക്കുകളാണ് എന്ന് പലരും പറഞ്ഞു നടന്നു. ഇന്ന് നമുക്ക് യാഥാർത്ഥ്യം അറിയാം. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ കൊന്നതിൽ ഉൾപ്പെട്ട ഖലിസ്ഥാൻ തീവ്രവാദികളിൽപ്പെട്ട ചിലരെ മറ്റു ചില രാജ്യങ്ങളുടെ പിന്തുണയോടെ അന്താരാഷ്ട്ര തലത്തിൽ അവർക്ക് ഒളിവിടങ്ങൾ ഒരുക്കി കൊടുക്കുകയും BJP സർക്കാരിന് മുമ്പ് ഒന്ന് തൊടാൻ പോലും ആർക്കും കഴിഞ്ഞില്ല. ഇപ്പോഴും BJP സർക്കാർ അത് അവകാശപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം ഇസ്രയേലിന്റെ മൊസാദിന് മാത്രം ഒരു കാലത്ത് സാധിച്ചിരുന്നത് ഇന്ത്യയുടെ ഇന്ന് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഖലിസ്ഥാൻ തീവ്രവാദികൾ ഒന്നൊന്നായി അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാം ഗിമ്മിക്കുകളാണോ? ഇപ്പോൾ ഏറ്റവും അടുത്തായി വാർത്ത വന്നത്, അതായത് ദാവൂദ് ഇബ്രാഹിമിനെ കണ്ടാൽ പേര് കേട്ടാൽ മുട്ടുവിറയ്ക്കുന്ന കോൺഗ്രസ് സർക്കാരുകളാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. ഇന്ന് ദാവൂദ് ഇബ്രാഹിമിന് കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്, സ്ഥിരീകരിക്കപ്പെട്ടില്ലെങ്കിലും. മട്ടണിൽ പോയിസൺ കൊടുത്താണ് എന്നും കേൾക്കുന്നു, അതും അജ്ഞാതനാണ്. കുക്കിനെ കാണാനില്ല എന്നും കേൾക്കുന്നു. എല്ലാം ഗിമ്മിക്കുകളാണ്. ഗിമ്മിക്കുകൾ സ്വപ്നം കണ്ട് ഇവർ കഴിയട്ടെ. ശ്രീ ബിനോയ് വിശ്വം CPIയുടെ ആരാധ്യനായ സംസ്ഥാന സെക്രട്ടറിയുടെ ചാർജുള്ള വ്യക്തിയാണ്. അദ്ദേഹം സത്യസന്ധനായ മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു ക്രിസ്മസ് ആഘോഷത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേയില്ല. സത്യമാണ്, നമ്മളെല്ലാം കേട്ടിരിക്കുന്നത് ഇഫ്താർ വിരുന്നുകളെക്കുറിച്ച് മാത്രം. ഇത് ക്രിസ്മസ് ആഘോഷങ്ങളും കേട്ടു തുടങ്ങുന്നു. പുതിയ രാവുകൾ, പുതിയ പ്രഭാതങ്ങൾ ഉണരുന്നു. സഖാവ് ബിനോയ് വിശ്വത്തിനും ആ തിരിച്ചറിവുണ്ടാകുന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ക്രിസ്ത്യാനിക്കും ക്രിസ്ത്യാനിയുടേതായിട്ടുള്ള ഒരു ദിനം ഉണ്ടാവുന്നു, ആഘോഷം ഉണ്ടാവുന്നു. ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ
എനിക്കതിനകത്ത് തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. കേരളത്തിൽ പോലെ ക്രിസ്ത്യാനിക്ക് ജീവിക്കാൻ നോർത്ത് ഇന്ത്യയിലും കഴിയണം എന്ന് പറഞ്ഞപ്പോൾ ഷൈജുവിൻ്റെ രാഷ്ട്രീയം അതിൽ നിന്ന് തന്നെ വ്യക്തമായി. ഈ കേരളത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ മുഴുവൻ ഓടിച്ചിട്ട് പൊക്കിയെന്ന് ഷൈജു പറയരുത്, കാരണം ഷൈജുവായിട്ടത് പറയരുത്. പക്ഷെ ജനത്തിനൊക്കെ നന്നായിട്ടറിയാം. ഈ മലരും കുന്തിക്കലും ചെകിട്ടത്തിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക ഈ കേരളത്തിൽ. ഇങ്ങനെ ഞാൻ എണ്ണിയാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ട് ഒരുപാട് മഹാത്മ്യം കേരളത്തെക്കുറിച്ച് ഇങ്ങോട്ട് പറയണ്ട. ഇതിനൊക്കെ മാറ്റം വരും, മാറ്റം വരണം. കേരളത്തിലെ ക്രിസ്ത്യാനി എന്താ പറയുക, ഒരു വല്ലാത്ത അവസ്ഥയിലാണ്, പിന്തള്ളപ്പെട്ട് നിൽക്കുകയാണ്. ഒരു രാഷ്ട്രീയക്കാരനും വേണ്ടാത്തവരായി മാറിയിട്ടുണ്ട്. കാരണം അവരുടെ സംഘടിത ശക്തി ആ തരത്തിലൊരു വോട്ട് ബാങ്കായി ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിയുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഞാൻ എല്ലാ ക്രൈസ്തവ സമയപരിമിതി കൊണ്ടാണ് ക്രൈസ്തവ സമൂഹം മുഴുവൻ ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു വിഷയമാണ്. ആ രീതിയിലേക്ക് ഇനി തൃശ്ശൂരിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ വിഷയം മാറുമോ എന്നുള്ളതൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സമയപരിമിതി ഒരു വിഷയമുണ്ട്. എങ്കിലും പ്രേക്ഷകരോട് നമ്മളൊന്ന് ചോദിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ വളരെ ഗൗരവകരമായൊരു ചർച്ച നടക്കുന്ന ഒരു ഡിബേറ്റാണ്. ഇതിനു മുൻപ് നമ്മൾ ചോദിച്ചു, BJP ഇപ്പോൾ നടത്തുന്നത് ഈ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു ക്രൈസ്തവ പ്രീണനമാണോ എന്ന് ചോദിച്ചപ്പോൾ 71% പ്രേക്ഷകരും അതെ എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു. 25% പ്രേക്ഷകരാണ് അല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഏത് രീതിയിലുള്ള രാഷ്ട്രീയ നീക്കമാണ് മുന്നിൽ വരുന്നതെങ്കിലും ദക്ഷിണേന്ത്യ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ട്. അത് ശക്തമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ അനുരണനങ്ങൾ വരും സമയങ്ങളിലുള്ള കൂടിക്കാഴ്ചകളിലും സന്ദർശനങ്ങളിലും പ്രസ്താവനകളിലും കാണുമെന്നുള്ളതിലും തർക്കമില്ല. അത് തന്നെയായിരുന്നോ ക്രിസ്മസ് വിരുന്നിലൂടെ തുടക്കമിട്ടത് എന്നുള്ള ചോദ്യം കൂടിയാണ് ബാക്കിയാവുന്നത്. ഏതായാലും പൂർണ്ണമാകുന്ന സമയപരിമിതി കൊണ്ടാണ് വീണ്ടും അതിഥികളിലേക്ക് എനിക്ക് വീണ്ടും വരാൻ കഴിയായിരുന്നു. വളരെ നന്ദി പ്രിൻറ്റു മഹാദേവ്, ഡോക്ടർ മോഹൻ വർഗീസ്, ഒപ്പം ഷൈജു ആന്റണി, ശ്രീ കെന്നഡി കരിമ്പങ്കാലയിൽ പ്രൈം ഡിബേറ്റിനൊപ്പം ചേർന്നത്. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ ഭംഗിയാക്കുവാനായിട്ട് എല്ലാ ഭാഗത്തു നിന്നുള്ള